തുടങ്ങാല്ലേ? പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഒരു വിജയൻ. ഹായ് ഹായ് വിജയ്. വിജയൻ വിജയൻ മാസ്റ്റർ, മാസ്റ്റർ. ഹായ് ഹായ്. ഹായ് ഹായ് എവരിവൺ. ഇന്ന് എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിക്കുകയാണ്. നാട്ടില് പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും കുറെ പടക്കം പൊട്ടിച്ചു, ബൂത്തിലേക്ക് എത്തിച്ചു. വിഷു ആഘോഷമൊക്കെ ദിവസം കഴിഞ്ഞു. മദ്യരഹിതമായ 21ാമത്തെ വിഷു ആണ് ആഘോഷിച്ചത് സന്തോഷകരമായി. ആൽക്കഹോളിക്സ് അനോണിമസിലെ സുബോധ ജീവിത പുസ്തകമാണ് നമ്മളിവിടെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബോധ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ബോധമാണ്. ആ ബോധം കെടുത്തുന്ന ഒരു സാധനമാണല്ലോ മദ്യം. അപ്പൊ മദ്യമാണോ ബോധം കെടുത്തുന്നത്, ബോധം കെട്ടിട്ടാണോ മദ്യം കുടിക്കുന്നത് എന്നുള്ളതാണ്. ബോധം പോയിട്ടാണ് മദ്യപിക്കാൻ പോകുന്നത്. അതായത് ശരിയായ ബോധമില്ലാത്തത് കൊണ്ടാണ് മദ്യപിക്കാൻ പോകുന്നത്. നമ്മള് തിരിച്ചാ വിചാരിക്കുന്നത്, മദ്യപിച്ചാലാണ് ബോധം ഇല്ലാതായി പോവുക. ശരിയായ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് മദ്യപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യം ശരിയാക്കേണ്ടത് സുബോധമാണ്. നല്ല ബോധം ശരിയാക്കിയാൽ നമുക്ക് മദ്യപിക്കാതിരിക്കാം. കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ സുബോധം, നല്ല ബോധം വരുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മദ്യമാണല്ലോ ബോധം കെടുത്തത്. നല്ല ബോധം ഉണ്ടാവാൻ കുടിക്കേണ്ടിരുന്നത്. നേരെ തിരിച്ചാ. നല്ല ബോധം ഇല്ലാത്തത് കൊണ്ടാണ് കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സുബോധം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ അച്ഛനും അമ്മയാണെങ്കിലും മക്കളോട് പറയും, മക്കൾ എന്തെങ്കിലും കാര്യം, നീ എന്തിനാ അത് ചെയ്യാൻ പോയത്, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഒരുപക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ചെയ്യരുത്, ചെയ്യുന്ന കാര്യം ചെയ്യരുത്, അത് മോശമാണെങ്കിൽ ചെയ്യരുതെന്ന് പറയും. അതുപോലെ സ്കൂളിൽ ചെന്നാലും എങ്ങനെയാണ് പറയാ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനത്തെ ചെയ്യരുത്, ഇങ്ങനത്തെ ചെയ്യരുത്, അങ്ങനത്തെ ചെയ്താൽ നല്ല തല്ല് കിട്ടും. പുറമെ ഇറങ്ങിക്കഴിഞ്ഞാലും കാണുക, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത്, ഇവിടെ തുപ്പരുത്, ഇവിടെ മൂത്രമൊഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ അരുതുകളുടെ കുറെ സംഗതികളാണ്. പക്ഷെ ഈ അരുതുകൾ ആണ് നമ്മൾ മൊത്തത്തിൽ കേട്ടത്. നിങ്ങൾ കുടിക്കരുത്, നിങ്ങൾ കച്ചറ ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും എവിടെ ആരും പറയാറില്ല. നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? മക്കളാണെങ്കിലും മക്കൾ എന്താണ് ചെയ്യേണ്ടത്? സ്കൂളിലായാലും കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലായാലും ഇപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള വിവരം ഈ അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ, വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത് എന്നുള്ളിടത്ത് വാഹനങ്ങൾ പാർക്കിംഗ് സെന്ററുകളിൽ മാത്രം പാർക്ക് ചെയ്യുക എന്ന ബോർഡാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ധാരണ കിട്ടും. ഇവിടെ ചെയ്യരുതെന്ന്, ഇവിടെ മൂത്രം ഒഴിക്കരുതെന്നാണ് ഉള്ളതെങ്കിൽ മൂത്രം ഒഴിക്കേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ള ഒരാടെ എഴുതി വെക്കുകയാണെങ്കിൽ അയാൾക്ക് അന്വേഷിച്ച് പോവാലോ. അവിടെ ചെല്ലുമ്പോ കാണുന്നത് ചെയ്യരുതെന്ന്. എല്ലാ സ്ഥലത്തും അതെ, വീട്ടിലാണെങ്കിലും അതെ, സമൂഹത്തിലാണെങ്കിലും ഒക്കെ അതെ. നിങ്ങൾ എന്തിനാ അത് ചെയ്യാൻ പോയത്? അപ്പൊ ഈ പുസ്തകം നേരെ തിരിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ചെയ്യേണ്ട കാര്യങ്ങളെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് പ്രാവശ്യം വായിക്കുകയും ചെയ്ത് വിശകലനം ചെയ്യുകയും ചെയ്തത് അതുകൊണ്ടാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് നല്ല പോലെ ജീവിക്കും. ഞാൻ ജനിച്ചു, ഒരു 10-60 വയസ്സായി. ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ചെറുഗ്രന്ഥം മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരു പദ്ധതി വാഗ്ദാനം ചെയ്തു.
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖപ്പെടൽ പദ്ധതിയുടെ പടികൾ ആ പടികൾ ആൽക്കഹോളിക്സ് അനോണിമസ് 12 പടികളും പാരമ്പര്യങ്ങളും എന്നീ ഗ്രന്ഥങ്ങളില് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പടികൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. അതിലൂടെ സംഭവിക്കുന്ന സുഖപ്പെടൽ പ്രക്രിയയും ഈ ചെറിയ ഗ്രന്ഥത്തിന് ചർച്ചാ വിഷയമാകുന്നില്ല. അതായത് എങ്ങനെയാണ് സുഖപ്പെടൽ നടക്കുന്നത് എന്നുള്ള വിവരം ആ 2 പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതല്ല പറയുന്നത്. മദ്യപിക്കാതെ ജീവിക്കുന്നതിന് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ചില ചികിത്സാലയത്തിൽ പോയാലും മിക്കവാറും കേൾക്കുക, നിങ്ങൾ വീട്ടില് നിങ്ങൾ കുടിക്കരുത്, കുടിച്ചിട്ട് കച്ചറുണ്ടാക്കരുത്, കുടിച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള അതൊക്കെ കേട്ട് 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 ഈ ചെയ്യാൻ പാടില്ലാത്ത 100 കാര്യങ്ങൾ കേട്ട് മടുത്ത ആൾക്കാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒറ്റ വാക്കിൽ തരും. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? അതിപ്പോ നിനക്ക് അറിഞ്ഞൂടെ? കുറ്റപ്പെടുത്തരുത്. അത് നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ നമ്മളത് ചെയ്യാറ്. യഥാർത്ഥത്തിൽ നമ്മൾ ആൽക്കഹോളിസം വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും അറിവ് നേടുന്നത്. എന്നിട്ട് നമ്മളത് ജീവിതത്തിൽ മെല്ലെ ഇത് പകർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ മാറ്റം വരുന്നൊക്കെ ഇവിടെ വന്നപ്പോഴാണ്. അതിന്റെ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. ഇത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ അറിഞ്ഞില്ല എന്ന് പോലും പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു സംഭവം ഉണ്ടെന്ന് മദ്യപിക്കാതെ ജീവിക്കുന്നതിന് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. നിങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസ് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതൊരു മദ്യാസക്ത രോഗിക്ക് മാത്രമുള്ള പുസ്തകമല്ല. സുബോധ ജീവിതം മദ്യാസക്തര് മാത്രമല്ല ഉണ്ടാക്കേണ്ടത്, എല്ലാവർക്കും ഉണ്ടാവേണ്ട സാധനമാണ്. നമ്മള് നിത്യജീവിതത്തിലെ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാൻ ആവശ്യമായ ഒരുപാട് സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ എന്താണ്, അതെങ്ങനെയാണ്, എങ്ങനെ നമുക്കത് അക്വയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വിശദീകരിക്കുന്നത്. ഞങ്ങളുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് വലുതും ചെറുതുമായ നിരവധി ശീലങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ചിലത് ചിന്തകളും തോന്നലുകളുമായി ബന്ധപ്പെട്ട്, മറ്റു ചിലതാകട്ടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. അതായത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ഞങ്ങൾ എടുത്ത നടപടികളും. ഈ വരുന്ന സമയത്ത് ഈ നമ്മള് പുതിയ ആൾക്കാരല്ല. അതായത് ഭൂമിയിൽ ജനിച്ച് ഇത്രയും കാലം ജീവിച്ച ആൾക്കാരാണ്. കുറേ വർഷങ്ങൾ നമ്മൾ പിന്നിട്ടു. ചിലര് 30 വയസ്സായപ്പോ വന്നവരുണ്ട്, 40 വയസ്സായപ്പോ വന്നവരുണ്ട്, 50 വയസ്സായപ്പോ വന്നവരുണ്ട്. അവരെല്ലാവരും അത്രയും വർഷം അവര് ഭൂമിയിൽ ജീവിച്ചവരാണ്. ആ ജീവിച്ച സമയത്തൊക്കെ തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ അറിവുകൾ അവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. ആ സ്വാംശീകരിച്ച അറിവുകൾ വെച്ചിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ അവര് ഒരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മൈൻഡ് സെറ്റപ്പ്. മൈൻഡില് അത് അങ്ങനെ മൈൻഡ് സെറ്റപ്പ് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കുറെ കാലം നമ്മളത് ഒരു ചെയ്ത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ബോധപൂർവം ആദ്യമൊക്കെ ബോധപൂർവം ചെയ്താൽ പിന്നെ ബോധപൂർവം അല്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഓടിക്കാൻ അറിയുന്നവരാണ് മിക്കവാറും കൂട്ടത്തിലുള്ളവരെല്ലാം തന്നെ. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇപ്പോ വണ്ടി ഓടിക്കുമ്പോ സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ട്. ആരും സ്റ്റിയറിംഗ് തിരിക്കാറില്ല. സ്റ്റിയറിംഗ് കൈവെക്കലേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ടാണ് സ്റ്റിയറിംഗ് തിരിയുക. അത് തിരിക്കണ വിവരം നമ്മൾ അറിയേയില്ല. ഗിയർ മാറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിയർ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം അല്ലാത്ത വണ്ടി തന്നെയാണല്ലോ ഈ കൈ ഇടത്തോട്ട് പോയിട്ട് അത് ഗിയർ സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ഇടുന്നത് നമ്മൾ അറിയുന്ന പോലില്ല. ആ ഗിയർ മാറ്റുമ്പോ ക്ലച്ച് ചവിട്ടുന്ന കാര്യവും നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇത് പഠിച്ച സമയത്ത് അങ്ങനെയല്ല. പഠിച്ച സമയത്ത് നമ്മൾ ബോധപൂർവം ക്ലച്ച് ചവിട്ടി അതുപോലെ തന്നെ ഗിയർ മാറ്റി സ്റ്റിയറിംഗ് തിരിച്ച് ആണ് വണ്ടി ഓടിച്ചിരുന്നതെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ മൈൻഡ് സെറ്റപ്പ് മാറിയെന്ന്. ഇതേപോലെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ
മൈൻഡ് മാറി. അത് കുറച്ച് വർഷം, അത്രയും വർഷങ്ങൾ ജീവിച്ചപ്പോ നമ്മളുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോന്നിനോടും എങ്ങനെ പ്രതികരിക്കണം, ഓരോ സിറ്റുവേഷനെ എങ്ങനെ കാണണം എന്നുള്ള തരത്തിലൊക്കെ ഒരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചു. ആ സെറ്റപ്പ് മിക്കവാറും മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം മദ്യത്തിന് അനുകൂലമായിട്ടുള്ള സെറ്റപ്പാണ്. മദ്യപിക്കാനുള്ള ചാൻസിന്, മദ്യപിക്കാനുള്ള എതിർപ്പുകൾ വരാൻ സാധ്യത, അതിനനുസരിച്ച് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിന് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും അതിനനുസരിച്ച് ഒരു സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനെ ആ സെറ്റപ്പ് അവിടെ നിലനിൽക്കുകയും നമ്മൾ മദ്യം മാറ്റി വെക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ, കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ മദ്യത്തെ മാറ്റി വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഒരാൾ ഈ നോമ്പ് നോക്കുക. കാരണം സെറ്റപ്പ്, മൈൻഡിന്റെ സെറ്റപ്പ് മുഴുവനും മദ്യപിക്കാനുള്ള സെറ്റപ്പാണ്. അതിനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് അതിനെ നമ്മൾ അടിച്ചമർത്തിയിട്ട് ഈ നോമ്പാണല്ലോ കുടിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പൊ ഇവിടെ നമ്മള് സുബോധ ജീവിത പുസ്തകം പറയുന്നത് മാറ്റേണ്ടത് ഈ നമ്മള് ഉള്ളിലാണ്. ആ ഒരു പ്രോഗ്രാമിംഗ് ആണ് മാറ്റേണ്ടത്. ആൽക്കഹോളിക്സ് അനോണിമസ്, അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ആൾക്കാരായാലും ശരി, അല്ലാത്ത ആൾക്കാരായാലും, അല്ലാത്ത ആളും ഇതേ സംഭവം തന്നെ അവർക്കുണ്ട്. അവര് രൂപീകരിച്ചു വെച്ചിട്ടുള്ള ഒരു മനസ്സില് കൊണ്ടാണ് അവര് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവർക്ക് തന്നെ വിനയായ ആരുടെയോ ഫോണ്, അഡ്മിനെ അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? സുഭാഷിന്റെ ആണ്. സുഭാഷ് എന്റെ ഫോണിലോട്ട് നിന്നിട്ട് മറ്റേ ഫോണിലോട്ട് ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ മദ്യാസക്തരായിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഇത് തന്നെ അവരെല്ലാവർക്കും ബാധകമാണ്. അവരുടെ മൈൻഡ് ഏത് തരത്തിലാണോ അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു മനസ്സായതുകൊണ്ട് അതൊരു ശീലമായി വന്നിട്ടുള്ള ആൾക്കാർ. ആ ശീലങ്ങൾ അവർക്ക് തന്നെ വിനയായിട്ടുള്ള പല ശീലങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ ഞാനോട് വിശദീകരിക്കുന്നില്ല. ഒരുപാട് ശീലങ്ങളെ കുറിച്ച് നമുക്ക് മുമ്പൊക്കെ ചർച്ച ചെയ്താണ്. ഓക്കെ, നമുക്ക് പിന്നീട് ഒരു സമയം കിട്ടുമ്പോ ഒക്കെ ചർച്ച ചെയ്യാം. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ തയ്യാറാണെങ്കിൽ എങ്ങനെ അത് മാറ്റണം, എന്തൊക്കെ മാറ്റണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് വലുതും ചെറുതും കുടിക്കാതിരിക്കുന്നു എന്ന അവസ്ഥയോടെ ഇണങ്ങി പോകണമെങ്കിൽ പഴയ സ്വഭാവ രീതികളുടെ സ്ഥാനത്ത് പുതിയവ ആവശ്യമാണ്. അപ്പൊ ഇതിപ്പോ ഉള്ള മനസ്സ് എന്ന് പറയുന്നത് കുടിക്കാനുള്ള ഒരു മെയിൻ മുന്നിൽ അങ്ങ് വെച്ചിട്ട് അതിന്റെ മനസ്സാണ് നമുക്കുള്ളത്. ഇനി ആ കുടിക്കുക എന്നുള്ള ഒരു കാര്യത്തിന് മുന്നിൽ കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മനസ്സുമായിട്ടാണെന്ന് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അസ്വസ്ഥമാണ്. അതുകൊണ്ട് കുടിക്കാതിരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റപ്പിലേക്ക് മൈൻഡിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് ഒരു ഉദാഹരണം പറയുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾ കയ്യിൽ ഇപ്പോഴുള്ളതോ അല്ലെങ്കിൽ അടുത്തതായി നിങ്ങൾ ഉദ്ദേശിക്കുന്നതോ ആയ മദ്യം കഴിക്കുന്നത് ഈ ചെറിയ പുസ്തകത്തിലെ 6-ാം പേജ് മുഴുവൻ വായിക്കുന്നത് വരെ നീട്ടിവെക്കാമോ? ഇപ്പൊ കുടിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ച് നേരത്തേക്ക് അത് മാറ്റി വെക്കാൻ പറ്റുമോ? നിങ്ങൾ വായന തുടരുമ്പോൾ തന്നെ മദ്യത്തിന് പകരം അല്പം സോഡയോ ജ്യൂസോ കഴിക്കുക, വേറെ എന്തെങ്കിലും നിങ്ങൾ കഴിച്ചോ എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ കുടിക്കാൻ തീരുമാനിച്ച നമുക്ക് അതിനുള്ള മൈൻഡ് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും കുടിക്കാൻ പറഞ്ഞാൽ അത് കുടിക്കാൻ നമ്മൾ വില്ലിങ് ആണോ എന്നുള്ളതാണ്. അപ്പോഴാണ് അപ്പൊ അതങ്ങനെ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ മൈൻഡ് ഈ കുടിക്കുന്നതിലേക്കുള്ള വളരെ വലിയ ഒരു ആകർഷണം മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് തടയാൻ കഴിയില്ല. അതിനാണ് ശീലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ശീലങ്ങളെ മാറ്റേണ്ടതിനെ കുറിച്ച് അല്പസമയത്തിന് ശേഷം പൂർണ്ണമായും വിശദീകരിക്കാം.
അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ്. ഈ പുതിയ സുബോധമുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെയും ചിന്തകളുടെയും രീതികൾ ഏതാനും മാസങ്ങൾ പരിശീലിക്കുമ്പോൾ നമ്മളിൽ മിക്കവർക്കും മുൻകാലങ്ങളിൽ കുടിക്കുക എന്നുള്ള ഒരു ഒരു മുന്നിട്ട് വെക്കുന്ന ഒരു സംഗതി, ആ സ്ഥാനത്ത് കുടിക്കാതിരിക്കുക എന്ന മറ്റൊരു ജീവിത രീതിയായിട്ട് മാറും. കുടിക്കുക എന്നുള്ള ഒരു സംഗതി ഉള്ള ഒരാൾക്ക് അയാളുടെ എല്ലാ സെറ്റപ്പും കുടിക്കുക എന്നുള്ള, അയാളുടെ നടപ്പ്, എടുപ്പ്, അയാളുടെ സാമ്പത്തികം, അയാളുടെ ജോലി, അയാളുടെ ടൈമിങ്, അയാളുടെ ബന്ധങ്ങള്, അയാളുടെ എല്ലാ കാര്യവും കുടിക്കുക എന്നുള്ളതിനോട് കണക്റ്റഡാണ്. അവിടെ നിന്ന് മാറി കുടിക്കാതിരിക്കുക എന്നുള്ളത് വരികയാണെങ്കിൽ അവിടെ ഈ കണക്റ്റഡ് സംഗതികൾ കംപ്ലീറ്റ് അങ്ങോട്ട് മാറണം. പുറമേയുള്ള ബാഹ്യ ബന്ധങ്ങളെക്കാളുപരി ആന്തരികമായിട്ടുള്ള കുറേ സംഗതികളുണ്ട്, അത് കുടിക്കാതിരിക്കുക എന്നുള്ളതിലേക്ക് മാറണം. അതങ്ങനെ മാറണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ശീലങ്ങൾ മാറണം. രണ്ട്, ചിന്തയുടെ രീതിയും മാറണം. നേരത്തെ ഈ കുടിക്കുന്ന സമയത്തുള്ള ഒരു ചിന്തയുടെ ഒരു പ്രക്രിയ ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ചിന്ത. അപ്പൊ നമ്മൾ ഇപ്പോഴാണെങ്കിലും ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കുറെ ചിന്തകൾ കടന്നു വരും. ആ ചിന്തകള് എടുത്തു നോക്കിയാൽ അറിയാം, പലതും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചിന്തകൾ. എന്തിനാണ് ആ ചിന്ത ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം ഭയം ഉണ്ടാക്കുന്ന ചിന്തകൾ വരും, ചിലപ്പോൾ ദേഷ്യം വരുന്ന ചിന്തകൾ വരും, ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാക്കുന്ന ചിന്തകൾ വരും, അങ്ങനെ സങ്കടമുള്ള ചിന്തകൾ വരും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ വിനയായിട്ടുള്ള കുറേ ചിന്തകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. അങ്ങനെ കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് നമുക്ക് സ്വസ്ഥത. ശരിക്കും നമ്മളുടെ സ്വസ്ഥതയുടെ നഷ്ടപ്പെടുത്തുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം നമ്മൾ തന്നെ. വെറുതെ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില സന്ദേശങ്ങൾ നമുക്ക് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും എല്ലാം പോസിറ്റീവ് ആയിരുന്നു എങ്കിൽ എന്തൊരു മനോഹരമായിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ല വരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്ന, അമ്പലങ്ങളിൽ പോണു, പള്ളിയിൽ പോണു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ഒക്കെ ചെയ്യുന്നു, എല്ലാം എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ എന്നിട്ടൊന്നും അതിന്റെ ഒരു റിസൾട്ട് കൂടി കിട്ടുന്നില്ല. അപ്പോ ഇവിടെ ആ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ റിസൾട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കുടിക്കാതിരിക്കുക എന്നുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ദീർഘവും വിരസവുമായ ഒരു പോരാട്ടമല്ല ഇതൊരിക്കലും. ഇത് ഒരുപാട് നീളമൊന്നുമില്ല, എന്നാലും അതൊരു വിരസമല്ല. നമ്മൾ വളരെ രസകരമായി ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഓരോ മണിക്കൂറിലും ഇത്തരം പ്രായോഗികമായ മാർഗങ്ങൾ വീട്ടിലോ ജോലി സ്ഥലത്തോ സുഹൃത്ത് സമ്മേളനങ്ങളിലോ അനായാസം ഉപയോഗിക്കാം. നമുക്ക് ജീവിതത്തിലെ എല്ലാ സമയത്തും ഉപയോഗിക്കാവുന്ന കുറെ നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. കൂടാതെ ചെയ്യരുതാത്തതും ഒഴിവാക്കേണ്ടതുമാണെന്ന് പഠിച്ച നിരവധി കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ വളർന്നു വരുമ്പോഴേ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമല്ലോ. ഈ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മിക്കവാറും നമുക്ക് ഉൾക്കൊള്ളാൻ എളുപ്പവും പെട്ടെന്ന് അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായ കാര്യങ്ങൾ, ആരെങ്കിലും മോശം കാര്യങ്ങള്, നഷ്ടങ്ങള്, അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ സ്വതസിദ്ധമായ ഒരു രീതി അതാണ്. ഒരു നെഗറ്റീവായ കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുക. അത് എന്താന്ന് വെച്ചാല് അത് മാനസിക സെറ്റപ്പ് മുഴുവൻ അങ്ങനെയാണ്. വികാരങ്ങൾ പോലും നെഗറ്റീവാണ് ഏറ്റവും കൂടുതലുള്ളത്. പെട്ടെന്ന് തന്നെ അതുകൊണ്ടാണ് ഈ പത്രങ്ങളും
പത്രങ്ങളുടെ വാർത്തകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെഗറ്റീവ് വാർത്തകൾ. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ എല്ലാം, ഞാൻ ഒരുപാട് സിനിമ കണ്ടു നോക്കി, എല്ലാം നെഗറ്റീവ് സംഗതികളാണ് ഉള്ളത്. അതിന്റെ അവസാനത്തെ ഒരു 2 മിനിറ്റ് നേരമാണ് അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയുക. അല്ലാത്ത സമയത്ത് മുഴുവൻ അടിയിടിയും ബലാത്സംഗം തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് സീൻസ് ആണ് സിനിമയ്ക്കകത്തുള്ളത്. പുസ്തകങ്ങളിൽ, നോവലുകൾ കഴിഞ്ഞാൽ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാം അതുപോലെ തന്നെ ഒരു നല്ല ഗുണപാഠ കഥ പറയാൻ വേണ്ടി പറയുന്ന കഥ പോലും അത് ഏഹ്, ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് വന്ന് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ലാസ്റ്റ് ഒരൊറ്റ വാക്യത്തിലാണ് അയാൾക്ക് അപകടം പറ്റിയെന്ന് പറയുന്നത്. അതുവരെ പറയുന്നത് മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങൾ. കാരണം അങ്ങനത്തെ ഒരു സംഗതിയെ നെഗറ്റീവുകളാണ്, ഇൻഫർമേഷൻസ് ആണ് മനുഷ്യന് അബ്സർവ് ചെയ്യാൻ വളരെ എളുപ്പം. ഒരു നല്ല വാർത്ത കേട്ടാല് അത് പല ആൾക്കാർക്കും അത്ര സുഖകരമാവില്ല. അതുപോലെ തന്നെ നല്ല വാർത്ത പറയാനും എല്ലാവർക്കും മടിയാണ്. അത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിനോട് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മൈൻഡ് കംപ്ലീറ്റ് ഒരു നെഗറ്റീവിലേക്ക് അങ്ങോട്ട് കയറി ചെയ്യും. എന്നിട്ട് പിന്നെ ആ നെഗറ്റീവാണ് നമുക്ക് ഇങ്ങനെ ഈ അയ വെട്ടുന്നത് പോലെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരുന്നത്. അവിടെ നമ്മൾ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട്, അതായത് ഓരോ മണിക്കൂറിലും ഇത്തരം പ്രായോഗികമായ മാർഗങ്ങൾ വീട്ടിലോ ജോലി സ്ഥലത്തോ സുഹൃത്ത് സമ്മേളനങ്ങളോ അനായാസം ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യരുതാത്തതും ഒഴിവാക്കേണ്ടതുമാണെന്ന് പഠിച്ച നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുകയും ചെയ്ത് ശീലമാവുകയാണെങ്കിൽ ഈ കാര്യങ്ങളാണ് ഒരിക്കൽ ഞങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളുടെ മോചനത്തെ അപകടപ്പെടുത്തിയത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിൽ ഞങ്ങൾ കുടിച്ചിരുന്നത് കുടിക്കാനുള്ള വലിയ കൊതി കൊണ്ടല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു പെണ്ണുങ്ങളാണ്, അവരുടെ ഭർത്താവിനെ കുറിച്ച് പറയാണ്. അയാള് കുടിച്ചിട്ട് വന്നു. അപ്പൊ പറയാണ് ഭയങ്കര കൊതിയാണ് അയാൾക്ക്. അപ്പൊ അതുകൊണ്ട് ആ കൊതി ഒഴിവാക്കാൻ എന്ത് മരുന്നാ കൊടുക്കാന്ന് ചോദിച്ചു. ഈ ഭയങ്കര കൊതിയോടുകൂടി. അപ്പൊ ഈ അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഭയങ്കര കൊതിയോടുകൂടി കഴിക്കുന്ന ഒരു സാധനം. യഥാർത്ഥത്തില് ഇതൊരു കൊതിയോടുകൂടി കഴിക്കുന്ന ഒരു സാധനം. ഇത് കഴിക്കരുത് എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് കഴിച്ചാൽ ബുദ്ധിമുട്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാം. പക്ഷേ കഴിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയത് കൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. കൊതിച്ചിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ജ്യൂസ് കുടിക്കുന്നത് ഭയങ്കര കൊതിയോട് കൂടിയായിരിക്കും ചിലപ്പോൾ നല്ലൊരു ജ്യൂസ് കുടിക്കുന്നത്. അതുപോലുള്ള ഒരു കൊതിയല്ല ഈ മദ്യപിക്കാനുള്ള എന്ന് പറയുന്നത്. ഭയങ്കര അത് ഇഷ്ടപ്പെട്ടുള്ളൊരു കൊതിയിട്ട്, മറ്റേത് ഇഷ്ടപ്പെട്ടുള്ള കൊതിയല്ല, അത് നിർവാഹമില്ലാത്തൊരു കൊതിയാണ്. കാരണം കുടിച്ചില്ലെങ്കിൽ ഇയാളുടെ ഒരു കാര്യവും നടക്കുകയല്ല. അപ്പൊ അതുകൊണ്ടാണ് കുടിക്കുന്നത്. ഇത് രസമുള്ള ഒരു പാനീയമല്ല, ടേസ്റ്റ് ഇല്ല, മണമില്ല, രുചിയില്ല, ഒന്നും ഇല്ലാത്തൊരു സാധനം. ഇഷ്ടപ്പെട്ടിട്ട് കുടിക്കണല്ല, പക്ഷെ നിർവാഹമില്ലാതെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന ഒരു പണിയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഇഷ്ടമല്ല, മറിച്ച് ഇത്തരം ചില ചിന്തകളാണ്, ചില കാഴ്ചപ്പാടുകളാണ്. അപ്പൊ മാറ്റേണ്ടത് അത്തരം ചിന്തകളെയും കാഴ്ചപ്പാടുകളെയുമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ മോചനത്തെ അതാണ് ഞങ്ങളുടെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് കുടി നിർത്തി ഒരു AL വരുന്നതിന് മുമ്പോ അല്ലാത്ത സമയത്തോ ഒക്കെ കുടി നിർത്തിയിട്ടുണ്ട് മിക്ക ആൾക്കാരും. അത് 1 മാസം കഴിഞ്ഞോ 1.5 മാസം കഴിഞ്ഞോ വീണ്ടും കുടിക്കാന് വീണ്ടും പോയത്, മോചനം ലഭിക്കാതെ ആയി പോയത് മനസ്സിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കുടിക്കണം എന്നുള്ളൊരു മനസ്സാണുള്ളത്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ മിക്കതും, അല്ലെങ്കിൽ മുഴുവനും, സുഖമായും സ്വസ്ഥമായും സുബോധത്തോടെ ജീവിക്കുന്നതിന് വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ കണ്ടെത്തും. ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ, ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്വസ്ഥതയാണ് അയാൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വസ്ഥത, മനസ്സിന്റെ ശാന്തത.
ശാന്തി. ഏത് സമയത്തും ഒരു ശാന്തത ഉണ്ടാവും, ഒരു സ്വസ്ഥത ഉണ്ടാവും. ആ സ്വസ്ഥതയിൽ നിന്ന് വളർന്നിട്ടാണ് സംതൃപ്തിയിലേക്ക്. ഈ സംതൃപ്തിയാണ് ഇയാള് ഈ സന്തോഷത്തിലേക്ക് വളർത്തുന്നത്. സന്തോഷത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും അത് ഒരു തരം കുറച്ചുകൂടി അവിടെ നിന്ന് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിയാം. സന്തോഷകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ആഹ്ലാദത്തിലേക്ക് പോവാം. പക്ഷെ ആഹ്ലാദത്തിന്റെ ഒരു പ്രശ്നം, അത് അധികം നേരം നിലനിൽക്കില്ല. ഭയങ്കര ഇപ്പൊ വിഷു ആണ്, പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കരമായ ആഹ്ലാദമുണ്ട്. പക്ഷെ ആ പടക്കമൊക്കെ പൊട്ടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ആഹ്ലാദം അങ്ങോട്ട് നശിച്ചു പോകും. അതാണ് ഒരു റൂട്ട്. ഈ സന്തോഷത്തിൽ നിന്ന് വേറെ റൂട്ട് തിരിയുമ്പോൾ ആനന്ദത്തിലേക്ക് പോവാം. ആനന്ദത്തിലേക്ക് എത്തിയാലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാല് അതൊരു സ്ഥായിയായ സംഭവം, അതൊരു താൽക്കാലികമല്ല. അത് ഏത് സമയവും അയാളുടെ ഉള്ളില് ഈ ഒരു ആനന്ദ എന്താ പറയാ അവസ്ഥ നിലനിൽക്കും. ഹാപ്പിനെസ് എന്ന് പറയുന്നത്. മറ്റത് പ്ലഷറാണ്. ആഹ്ലാദം എന്ന് പറയുന്ന ഒരു പ്ലഷറാണ്. പ്ലഷർ അത് ചിലപ്പോൾ കൂടിയിരിക്കും, പിന്നെ അതേപോലെ റിവേഴ്സിലും പോകും. സന്തോഷം ആഹ്ലാദം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആഹ്ലാദമായിരിക്കും, പക്ഷെ നേരെ റിവേഴ്സിൽ ഡിപ്രഷനിലേക്ക്. പക്ഷെ മറ്റേ വഴിയാണെങ്കിൽ, ആനന്ദത്തിലേക്കുള്ള വഴിയാണെങ്കിൽ, ആനന്ദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു സ്ഥായിയായിട്ട് നിൽക്കും. ഈ രണ്ട് സമയത്തും നമ്മളുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ വ്യത്യാസമാണ്. ഈ ആഹ്ലാദത്തിലേക്ക് നയിക്കുന്നത് ഡോപ്പാമിൻ ആണെങ്കിൽ, ഈ ആനന്ദത്തിലേക്ക് നയിക്കുന്നത് സെറാട്ടോണിനാണ്. സെറാട്ടോണിന്റെ ഉൽപാദനമാണ് നടക്കുന്നതെങ്കിൽ അയാൾ ആനന്ദത്തിലേക്ക് പോകും. അതേസമയം ഡോപ്പാമിന്റെ ഉൽപാദനമാണ് നടക്കുന്നതെങ്കിൽ ആഹ്ലാദത്തിലേക്ക് പോകും. ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടോ മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അത് നേരെ റിവേഴ്സിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് മനസ്സിന്റെ ഒരു സ്ഥിരതയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്. നമുക്ക് ഈ ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെനക്കെടുന്നെങ്കിൽ, ആഹ്ലാദം വന്നു കഴിഞ്ഞാൽ അത് നേരെ റിവേഴ്സിലേക്ക് പോലും. വീണ്ടും ആഹ്ലാദിക്കണമെങ്കിൽ അയാൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കിട്ടണം, അവസരങ്ങൾ കിട്ടണം. അല്ലാത്ത സമയത്ത് അയാൾ ആകെ മൂഡ് ഓഫ് ആയിട്ടായിരിക്കും നടക്കുക. ഒന്നുകിൽ ചിലപ്പോ ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ചില യാത്രയിൽ ഭയങ്കര ഭ്രമമുള്ള ആൾക്കാരാണെങ്കിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ആഹ്ലാദമായിരിക്കും. യാത്ര ചെയ്ത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അയാൾക്ക് മൂഡ് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ പണി അടുത്ത യാത്ര പ്ലാൻ ചെയ്യും. ഇയാൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഏത് കാര്യം, ഇപ്പോ ഒരു സിനിമ കാണലായാലും, സിനിമ കാണാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷം, കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നിരാശയായിരിക്കും. ഒന്നിനും പറ്റില്ല. അപ്പൊ എന്നിട്ട് പിന്നെ അതേ പണിക്ക് തന്നെ പിന്നെയും പോകേണ്ടി വരും. അപ്പൊ ആ നിലയിൽ നിന്ന് മാറിയിട്ട് നമ്മള് മദ്യപിക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കണം. മദ്യപിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു പ്ലഷർ നമുക്ക് കിട്ടും. ഡോപ്പാമിനൊക്കെ ഉൽപ്പാദിപ്പിച്ച് നല്ലൊരു പ്ലഷർ കിട്ടും. ആ പ്ലഷർ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ ഡിപ്രഷനിലേക്ക് ഡൗൺ ആയി പോകും. അപ്പൊ ഒരു സന്തോഷത്തിന്റെ ലെവല് നിലനിർത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഹൈ ആയിരിക്കും, ചിലപ്പോൾ ലോ ആയിരിക്കും. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇത് ഏത് സിറ്റുവേഷനെയും ഒരേ മനസ്സോടുകൂടി നേരിടാനും പ്രശ്നങ്ങളെ അതിജീവിക്കാനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസിക ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. കാരണം ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രമല്ല ഉണ്ടാവുക, പരാജയം ഉണ്ടാവും. ലാഭം മാത്രമല്ല, നഷ്ടം ഉണ്ടാവും. ഉണ്ടാവുള്ള ലാഭം നഷ്ടം എന്ന പേര് വന്നു തന്നെ. ഇതിനൊക്കെ അങ്ങനെ പേര് വരാൻ കാരണം അതൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോ വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, നല്ലതുണ്ടാവും. ഇതെല്ലാം സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ളതാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മളുടെ മനസ്സിന്റെ സ്വസ്ഥത, സ്റ്റെബിലിറ്റി താഴ്ന്നു പോവാതിരിക്കണമെങ്കിൽ അത് പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. സെറാട്ടോണിന്റെ നിലനിൽപ്പ്, ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് നമ്മൾ നന്നായി പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ അത് സാധ്യവുമാണ്. എന്നെ സംബന്ധിച്ചും ഇതേ സംഭവം ഉണ്ട്. ചിലപ്പം എന്താ പറയാ, ഡൗണിലേക്ക് പോകും.
പക്ഷെ ഡൗണിലേക്ക് പോകുന്ന ഈ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു അത് ഡൗണിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നമുക്ക് അതിന്റെ നിലനിൽപ്പ് എന്താ പറയാ നോർമൽ ആക്കി എടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. കൂടുതലായിട്ട് നമ്മൾ ഈ ഡൗണിലേക്ക് പോകാൻ വേണ്ടി സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ നോർമലാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഇനി അതല്ല, അതിന് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് കുഴിച്ച് 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 ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മനസ്സ് മാറും. ഇപ്പൊ നമുക്കറിയാം, ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പറഞ്ഞ തരത്തില് അവര് ഡൗൺ ആയി ഡൗൺ ആയി ഡൗൺ ആയി താഴോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എയിൽ വന്ന ആൾക്കാർ, നല്ല ശതമാനം ആൾക്കാരും അങ്ങനെ പ്രതിസന്ധികളൊക്കെ വരും, അതുണ്ടാവും, വന്നോട്ടെ. പ്രതിസന്ധികളെ അവസരങ്ങളായി കാണും, ശത്രുക്കളെ ഏറ്റവും നല്ല വിമർശകരായി കാണും. ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും സ്നേഹം തോന്നും. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ തെറ്റുകൾ കൃത്യമായി കണ്ടെത്തുന്ന ആൾക്കാർ വിമർശകരാണ്. ഏറ്റവും നല്ല ശത്രുക്കളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തത്. കാരണം നമുക്ക് പരിഹരിക്കേണ്ട ഏറ്റവും നല്ല തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ശത്രുക്കളാണ്. അപ്പൊ അതുപോലെ ഒരു കാഴ്ചപ്പാടില് മാറ്റം വരാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഒന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്, സുബോധത്തോടു കൂടി ഇരുന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ പുസ്തകത്തിൽ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അവതരിപ്പിച്ചിരിക്കുന്ന ക്രമത്തിന് പ്രത്യേകമായ ഒരു പ്രസക്തി ഒന്നുമില്ല. അവയുടെ പ്രവർത്തനക്ഷമതയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അവയെ എങ്ങനെ വേണമെങ്കിലും പുനഃക്രമീകരിക്കാം. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്യണമെന്നോ അതിങ്ങനെ ക്രമത്തിൽ ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. മറിച്ച് കുറെ നല്ല നിർദ്ദേശങ്ങൾ പറയുന്നു. ഇത് നിർദ്ദേശങ്ങളുടെ പരിപൂർണമായ ഒരു പട്ടികയുമല്ല. ഇതിനകത്തൊരു 31 കാര്യമേ പറയുന്നുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ 31 കാര്യമൊന്നും അല്ല ഉള്ളത്. 30,000 കാര്യങ്ങളുണ്ട്. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സിറ്റുവേഷനെയും ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വിവരമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചു, ആ സിറ്റുവേഷൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നോളണമെന്നില്ല. പൊതുവായ കുറെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ പൊതുവായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന സിറ്റുവേഷനുകളെ ഫേസ് ചെയ്യാൻ നമ്മൾ തന്നെ ചില മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ അംഗത്തിനും ഇവിടെ പരാമർശിക്കപ്പെടാത്ത ഒരു പുതിയ ആശയം നിങ്ങൾക്ക് നൽകാനാവും. ചിലപ്പോ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഇതിലൂടെ വന്ന് ആ മെച്ചപ്പെടൽ നടത്തിയ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നതും ഒരിക്കൽ പോലും വേറൊരാൾക്ക് ഇതുവരെ അനുഭവിക്കേണ്ടതായ പ്രശ്നങ്ങൾ ആയിക്കൊള്ളുന്നില്ല. എന്റെ പ്രശ്നം എന്റേത് മാത്രമാണ്. അത് ഇതിനു മുമ്പ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ടത് ഞാനാണ്. അത് പരിഹരിക്കാൻ എനിക്കേ അറിയാൻ പറ്റൂ. കാരണം എന്റെ സിറ്റുവേഷൻ അല്ല വേറൊരാൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും, വേറൊരാൾ പറയുന്ന ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രശ്നമേ അല്ല. വേറൊരാൾക്ക് ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ സംഗതി ആയിരിക്കും ഒരു പക്ഷേ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ആൾക്കാർ തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഇതിനകത്ത് പറയുന്നു. അത് നിർബന്ധമാണ്. ഞാൻ വേറെ ഒരാളുടെ ജീവിതം എനിക്ക് കോപ്പി അടിക്കാനാവില്ല. ഒരാളുടെ ജീവിതം കോപ്പി അടിക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ കുട്ടികളെ തമ്മിൽ ചിലപ്പോൾ ചില പേരൻസ് ഒക്കെ ഇങ്ങനെ താരതമ്യം ചെയ്യുന്ന കാണാം. അവരെ നോക്ക്, അവരൊക്കെ എത്ര മനോഹരമായിട്ട് ചെയ്യുന്നു, ഇവരെ നോക്ക് അവരെങ്ങനെ ചെയ്യുന്നതൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത ഒരു സംഗതിയാണ് ഈ താരതമ്യം ചെയ്യുന്നത്. കാരണം ഒരാളെ പോലെ അയാൾ മാത്രമല്ലേ ഉള്ളൂ ലോകത്ത്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ചില സമാനതകൾ ഈ പ്രശ്നങ്ങൾക്കകത്തുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാല് എന്റെ പ്രശ്നം എന്റേത് മാത്രം. അപ്പൊ അത് പരിഹരിക്കേണ്ടതും ഞാനാണ്, അതിന് ഒരു റൂട്ട് കണ്ടെത്തേണ്ടതും ഞാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറയുന്ന 31 കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഓരോരുത്തർ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ
ഉണ്ടാവാം. അതും ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള സംഗതി മാത്രം ചെയ്തുകൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ജനറലി വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാർഗങ്ങൾ എല്ലാം ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ആധികാരികമായി അംഗീകരിക്കുകയോ എല്ലാ മദ്യാസക്ത രോഗികൾക്കും ശുപാർശ ചെയ്യുകയോ ചെയ്യുന്നില്ല. അത് ഇതുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരാളുടെ പ്രശ്നം. അപ്പോ അയാൾ വേണമെങ്കിൽ പറയും, ഓ എനിക്കതൊന്നുമില്ല, ഞാനതൊന്നുമല്ല, ഞാൻ അതിനേക്കാൾ ആൾക്കാർക്ക് മെച്ചമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വേറൊരു പ്രതിദിന മന്നത്ത് കഴിഞ്ഞ ദിവസം വായിച്ചത്, ഒരു ഉത്കൃഷ്ട ജീവിത ശൈലി ഉണ്ടെന്ന് വെച്ചിട്ടോ, സദാചാര ബോധം ഉണ്ടെന്ന് വെച്ചിട്ടോ, എല്ലാ സദാചാര ബോധം ഉണ്ടെന്ന് വെച്ചിട്ടോ, നിത്യവും പ്രാർത്ഥനാ നിരതനാണ് എന്നുള്ളത് കൊണ്ട്, അമ്പലത്തിലോ പള്ളിയിലോ നിരന്തരം പോകുന്ന ആളാണെന്ന് കണ്ടിട്ടോ ഒരു മദ്യാസക്ത രോഗിയാവാൻ ഒരു തടസ്സവുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മദ്യാസക്ത രോഗിയാവാം. അയാൾ നല്ല ഭക്തനും പ്രാർത്ഥിക്കുന്ന ആളുമാണ്, പക്ഷെ അയാൾക്ക് മദ്യാസക്ത രോഗിയാവാൻ അത് തടസ്സമല്ല. എല്ലാ നല്ല മൂല്യങ്ങളും ഉള്ള ഒരാളാണ്, സദാചാര ബോധം, അതും ഇത് തടസ്സമല്ല. അപ്പൊ മദ്യാസക്ത രോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് മദ്യാസക്ത രോഗം ഉണ്ടാകാതിരിക്കുമെന്നൊന്നുമില്ല. കാരണം ഇത് അത്തരത്തിലുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ പ്രശ്നം വേറെയാണ്. എന്നാൽ വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്റെ സദാചാര ചിന്തകളായിരിക്കാം എന്റെ കുടിയുടെ കാരണം, അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഒരു തെറ്റിപ്പോയ ജീവിതശൈലി ആവാം ചിലപ്പം പ്രശ്നം, അതല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാവാം എന്റെ പ്രശ്നം, ചിലപ്പോ അങ്ങനെ ആവാം. പക്ഷെ എല്ലാവർക്കും അത് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഓരോരുത്തരും അവനവൻ വ്യത്യസ്തനായതുകൊണ്ട് അനന്യനാണെന്ന് പറഞ്ഞു, യൂണീക്കാണ്. ഓരോരുത്തരും യൂണീക്കാണ്. അപ്പൊ എന്റെ സിറ്റുവേഷൻ അനുസരിച്ച്, എന്റെ മാനസികാവസ്ഥ അനുസരിച്ച് എന്റെ ജീവിത രീതി തെരഞ്ഞെടുക്കേണ്ടത് ഞാനാണ്. ആ തെരഞ്ഞെടുപ്പില് സജസ്റ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് അപ്പടി അംഗീകരിക്കണമെന്നോ ഇത് കാണാതെ പഠിക്കണമെന്നോ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നോ നിർദ്ദേശിക്കുന്നില്ല. ഇതിൽ നമ്മൾക്ക് വേണ്ടത് എന്താണോ അത് സെലക്ട് ചെയ്യും. വേണ്ടതും വേണ്ടാത്തതും സെലക്ട് ചെയ്യും. ആവശ്യാനുസരണം ഉപദേശങ്ങൾ തേടാനുള്ള ഒരു കൈപ്പുസ്തകമായി ഈ ചെറിയ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നു. അല്ലാതെ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാനും പിന്നെ മറന്നു കളയാനുമുള്ളതല്ല. ഈ പുസ്തകത്തിലെ ചില പോയിന്റുകൾ എടുത്ത് നമുക്ക് പലപ്പോഴും വായിക്കേണ്ടി വരും. കാരണം ഒരു ഇഷ്യൂ വരികയാണ്. ഒരു ഇഷ്യൂ വരുമ്പോ ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ അന്തം വെട്ടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും. ആ സമയത്ത് എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് വായിച്ചു തീർത്ത് കാണാതെ പഠിച്ചു വെക്കാനുള്ള സാധനമല്ല. നമുക്ക് അതാത് സമയങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു പുസ്തകമായിട്ടാണ് ഇതിനെ പറയുന്നത്. ഈ പുസ്തകം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പ്യൂരിഫിക്കേഷൻ നടക്കുക മൈൻഡിനെ പ്യൂരിഫിക്കേഷൻ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് തുറന്ന മനസ്സോടുകൂടി ഇരിക്കുന്നത്. ഈ ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഓപ്പൺ മൈൻഡാണ്. എന്താണ് ഓപ്പൺ മൈൻഡ് എന്നല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ഉൾക്കൊണ്ടുവച്ചിട്ട് ഈ ലേണിങ് അവിടെ നിൽക്കുകയാണ്. ആ ലേണിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്, നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നത്, നമ്മളൊരു പുസ്തകം വായിക്കുന്നത്, പേപ്പർ വായിക്കുന്നത്, TV കാണുന്നത്, എന്ത് വേണ്ട എല്ലാ സംഗതികളും നമ്മൾ കാണുന്നത് നമ്മളുടെ ലേണിങ് വെച്ചിട്ടാണ്, ഉൾക്കൊണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ എല്ലാത്തിനും നമുക്ക് അതിനനുസരിച്ച് കാഴ്ചപ്പാടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നത്. ആ കാണുന്ന സമയത്ത് ഒരു പുതിയ കാര്യം കേൾക്കും. ആ കാര്യം കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ അറിയാമെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പുതിയ കാര്യത്തെ വിമർശനാത്മകമായിട്ടാണ് കാണുന്നത്.
പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആദ്യത്തെ വാക്ക് കേൾക്കുമ്പോ തന്നെ ഓ എനിക്കറിയാം ഓ ഞാൻ അത്ര കേട്ടതാ, ഇനിയിപ്പോ ഇയാള് പറഞ്ഞ എന്താന്ന് വെറുതെ ഒന്ന് കേട്ട് കളയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും മിക്കവാറും കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന വാക്കുകളെ കുറിച്ചും വിഷയത്തെ കുറിച്ചും ഒക്കെ അത് ഞാൻ കേട്ടതാ. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പുതിയ കാര്യം ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയുന്നത്. അതാണ് സൈക്കോളജി പറയുന്നത്. അൺലേൺ എന്ന് പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുകയാണ് എന്ന ഒരു ചിന്തയോടുകൂടി ഇരുന്ന് കേൾക്കുക. അതായത് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ എത്തുമ്പോഴാണ് അൺലേൺ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക്. ഓ എനിക്കറിയാം, എനിക്ക് കുറെ കാര്യം അറിയാം, ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നതിനേക്കാൾ ഉപരി ആദ്യമായിട്ട് കേൾക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എഐനെ കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് അതിന്റെ കുറെ സാധ്യതകളൊക്കെ വിശദീകരിച്ചു. അപ്പൊ അത് വിശദീകരിച്ചിരിക്കുമ്പോൾ ഞാനത് കണ്ണും തുറന്നു വെച്ച് വായും തുറന്നു വെച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയെ കുറിച്ച് എനിക്ക് ഇതിനു മുമ്പ് ഒന്നും അറിയില്ല. ഇതിനു മുമ്പ് ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നു. മുമ്പ് ഒന്നും അറിയാത്തൊരു കേസാണെങ്കിൽ ഇരിക്കുന്ന ആ ഒരു ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് വലിയ പ്രയാസം. കാരണം ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും പെരുമാറേണ്ടത് എങ്ങനെയാണെന്നും വർത്താനം പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് ഇനി അതിന്റെ പുറമെ വേറൊരാള് പറയുമ്പോൾ ഞാനത് കേൾക്കുന്നത് ഈ എനിക്ക് അറിയാവുന്ന കാര്യത്തിന്റെ മുകളിലാണ്. അങ്ങനെ കേട്ടാൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം. ഏത് കാര്യം ഉൾക്കൊള്ളാൻ പ്രയാസം. അങ്ങനെ കേട്ടാൽ സംഭവിക്കുന്നത് അതിന്റെ 99% അതിനെ റിജക്റ്റ് ചെയ്യാനാണ്. കേൾക്കുമ്പോഴൊക്കെ തന്നെ എന്റെ ഉള്ളിൽ എനിക്ക് അതിനെ കുറിച്ച് അറിയാമെന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഒരു സാധനവും ഈ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യും. അതെല്ലാം അതെങ്ങനെ കേൾക്കും, കുഴപ്പമില്ല, കേൾക്കില്ലായിരുന്നു, അതങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് അഭിപ്രായമൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഇയാളുടെ ഉള്ളിലേക്ക് ഇത് കയറില്ല. ഉള്ളിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? ആദ്യം കേൾക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് കയറണം. ആ അവസ്ഥയ്ക്കാണ് തുറന്ന മനസ്സോടുകൂടി ഇരിക്കുക. അൺലേൺ ചെയ്തൊരു മനസ്സ്. എനിക്ക് നിങ്ങൾ പറഞ്ഞോളൂ, അത് പറയൂ, ഞാൻ ഏതായാലും കേട്ട് കളയാം, കേട്ടേക്കാം എന്നുള്ളതല്ല, മറിച്ച് എനിക്ക് കേൾക്കണം, നിങ്ങൾ പറയൂ, എനിക്കത് അറിയണം എന്ന ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന ഇരിപ്പും മറ്റേ ഇരിപ്പും പോലുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇരിക്കേണ്ടത് ഈ തുറന്ന മനസ്സോടുകൂടിയാണ്. അൺലൈൻ പൊസിഷനിലാണ്. ഈ നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത്. ഈ അൺലേൺ എന്ന് പറയുന്ന ഒരു സാധനം നടക്കുന്നില്ല. ലേണിങ്ങിന്റെ മുകളിലാണ് ലേണിംഗ്. ഒരു കാര്യം പഠിച്ചതിന്റെ മുകളിലാണ് പിന്നെയും പഠിക്കുന്നത്. ആ പഠിച്ച കാര്യം അവിടെ ഉണ്ടാവൂല, അത് പോവില്ല. പക്ഷെ പുതിയ ഒരു കാര്യം കേൾക്കുന്ന ഒരു കാര്യം അഡീഷണൽ ആയിട്ട് പറയുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന രീതിയിൽ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ പുതിയ കാര്യത്തിലെ എല്ലാ വശങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അയാൾ എത്രയോ കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം പറയുന്നത്. അയാളുടെ ഒരുപാട് റെഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അയാളുടെ റെഫറൻസും സാധനങ്ങളും എല്ലാം നമ്മളതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് എനിക്കത് അറിയാമെന്നാണ് പറയുന്നത്. അതേപോലെ ഈ പുസ്തകം വായിക്കുന്ന കേസ്, ഈ ഒരാളുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരാള് എത്രയോ കാലത്തെ അധ്വാനം കൊണ്ടാണ് അയാളുടെ ചിന്തകളെല്ലാം കൂടി ഒരു പുസ്തകത്തിൽ എഴുതുന്നത്. ആ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതെനിക്കറിയാം എന്നുള്ള ചിന്തയിലാണ് വായിക്കുന്നതെങ്കിൽ അയാളുടെ അത്രയും കാലത്തെ ചിന്തയുടെ ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് വരും. അതേസമയം എനിക്ക് ഇയാളുടെ പുസ്തകത്തിൽ എന്തോ കാര്യമായി പറയുന്നുണ്ട്, അതെനിക്ക് അറിയണം എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി ഇതുവരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം ഒക്കെ ഒന്ന് മാറ്റിവെച്ച് അൺലൈൻ ചെയ്തിട്ട്
ആണ് ഇത് വായിക്കുന്നതെങ്കിൽ ആ വായനയ്ക്ക് മാറ്റമുണ്ടാവും, ആ കേൾവിക്ക് മാറ്റമുണ്ടാവും. ഇവിടെ കേൾവിയും വായനയിലും നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ഇരിപ്പില് ഒരു മാറ്റം വന്നിട്ട് വേണം ഇത് വായിക്കാൻ. ഇതിനകത്ത് ഇങ്ങനെ പറയാണ്, മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ആശയവിനിമയം എങ്ങനെയാണ്, അതുപോലെ ഓരോ ഓരോ കാര്യം, വിശ്രമിക്കുക എന്നുള്ള കാര്യം പറയുന്നു, ധാരാളം വിശ്രമിക്കണം. അതുപോലെ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നു. ആദ്യത്തെ കാര്യം ആദ്യം ചെയ്യണം എന്ന് പറയുന്നു. ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എനിക്കറിയാലോ, എത്ര കാലമായിട്ട് ഞാൻ എനിക്ക് അങ്ങനെ ദേഷ്യം വരാറുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ദേഷ്യത്തെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് ഇത് കേൾക്കാൻ നിൽക്കുന്നതെങ്കിൽ പിന്നെ ഇതിനകത്ത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നും. അപ്പൊ ആദ്യം വേണ്ടത് ഈ പുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രമല്ല, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോയി ഇരിക്കുമ്പോൾ പോലും ഇരിക്കേണ്ടത് ഞാൻ ആദ്യം കേൾക്കുന്ന ഒരാളെ പോലെ ഇരിക്കുകയാണ് എങ്കിൽ വലിയ ഒരു ചേഞ്ച് ആയിരിക്കും. ഞാനൊരു പൊട്ടനായതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പോയിരിക്കുന്നത്. ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് ആദ്യം ഇരിക്കുന്ന ഒരാളെ പോലെ ഇരിക്കും. ആ ഇരിപ്പിലാണ് അയാൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ഈ എല്ലാ ലേണിങ്ങിന്റെയും തിയറിയിൽ പറയുന്ന സംഗതിയാണ് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അതായത് ഞങ്ങള് ടീച്ചേഴ്സിന് പരിശീലനം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പഠിപ്പിക്കേണ്ട എങ്ങനെയാന്നൊക്കെ പഠിച്ചു വെച്ച ആളാണ് ടീച്ചർമാര്. ആ ടീച്ചർമാരോട് പുതിയൊരു മെത്തേഡ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ അത് ഞങ്ങൾ പരാജയപ്പെട്ടു. കാരണം ഒരൊറ്റ ടീച്ചറും അത് ലേൺ ചെയ്തു വെച്ച കാര്യം അൺലേൺ ചെയ്തില്ല. അതുകൊണ്ട് ഒരു റീലേണിംഗ് നടന്നില്ല. അതുകൊണ്ട് ട്രെയിനിങ് കഴിഞ്ഞ് പോയിട്ടും അവർ അതേപടി നേരത്തെ എന്താണോ ചെയ്ത് അതേപടി ചെയ്യുക ചെയ്യും. പുതിയ എത്ര കാര്യം കേട്ടാലും ഒരാളും അത് ജീവിതത്തിൽ കൊണ്ടുവരാത്തതിന്റെ കാര്യം അവര് നിലവിൽ ഉണ്ടായിരുന്ന സംഗതി അൺലേൺ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ആ അൺലേൺ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ ആദ്യം നടക്കേണ്ടത്. ഒരുപക്ഷെ ഇതിലെ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ള അവസരത്തിൽ അത്തരം നിർദ്ദേശങ്ങൾ എന്നേക്കുമായി നിരാകരിക്കാതെ അവയെ തൽക്കാലത്തേക്ക് മാറ്റി ഒഴിവാക്കണം. ഏതെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് പറ്റിയില്ലെങ്കിൽ അത് ഒഴിവാക്കണമെന്നൊക്കെ മാറ്റി വെക്കാം. മനസ്സ് അവയ്ക്കെതിരെ പൂർണ്ണമായി കൊട്ടി അടയ്ക്കാതിരിക്കും. എനിക്കതറിയാം, എനിക്കതറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലോസ് ചെയ്യാതെ നോക്കണം, അത് എന്താണ് പറയുന്നത് നോക്കണം. പിൽക്കാലത്ത് തിരികെ പോകാനും നേരത്തെ ഇഷ്ടപ്പെടാത്ത ആശയങ്ങളെ വേണമെങ്കിൽ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാനും കഴിയും. അതായത് റിജക്റ്റ് ചെയ്യാതിരിക്കുക, അതിനും സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്താലും നല്ലതാണ്, അതും പഠിക്കേണ്ടതുണ്ട്, അത് കൂടുതൽ അറിയേണ്ടതുണ്ട് എന്ന ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം ഈ പുസ്തകം. ഉദാഹരണത്തിന് ഞങ്ങളുടെ മദ്യരഹിത ജീവിതത്തിന്റെ ആദ്യ കാലയളവിൽ സ്പോൺസർമാർ നൽകിയ നിർദ്ദേശങ്ങളും സൗഹൃദവും മദ്യരഹിത ജീവിതം തുടരാൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചതായി ഞങ്ങളിൽ ചിലർ മനസ്സിലാക്കി. സ്പോൺസർമാരായിട്ട്, അതായത് എയിലേക്ക് കൊണ്ടുപോയ ആൾക്കാർ, കാണിച്ചു കൊടുത്ത ആൾക്കാർ ചെയ്ത നിർദ്ദേശങ്ങളാണ് ചില ആൾക്കാരെ മദ്യരഹിതമായി ജീവിക്കാൻ സഹായിച്ചത്. എന്നാൽ നേരെ തിരിച്ചാണ് ചില ആൾക്കാര്. എന്നാൽ മറ്റു ചിലരോ നിരവധി ഗ്രൂപ്പുകൾ സന്ദർശിക്കുകയും ധാരാളം അംഗങ്ങളെ പരിചയപ്പെടുകയും ചെയ്തതിനു ശേഷമാണ് ഒരു സ്പോൺസർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് അഭ്യർത്ഥിച്ചത്, ഒരു സഹായം അഭ്യർത്ഥിച്ചത്. അപ്പൊ ഇവിടെ ഈ രണ്ടു കൂട്ടരും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാ? മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഈ ഞാൻ കുറെ കാലമായി ഗ്രൂപ്പോട് പോയിട്ടാണ് ഞാനൊന്ന് സ്പോൺസറെ കണ്ടെത്തിയെങ്കിൽ ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇപ്പോഴൊന്നും സ്പോൺസറെ കണ്ടെത്തേണ്ട കാര്യമില്ല, അതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയും. എന്നാൽ സ്പോൺസർ കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ എന്ത് പറയും? അതെ, തുടക്കം തന്നെ ഒരു സ്പോൺസർ ഉള്ളതാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത് പറയാം. ഇത് രണ്ടും സാധ്യമാണ്. അപ്പൊ ഒന്നിൽ നിലയുറപ്പിച്ച ഒരാൾക്ക് മറ്റേത് ഉൾക്കൊള്ളാൻ കഴിയില്ല. മറ്റേത് ഉൾക്കൊള്ളണമെങ്കിൽ അയാൾ തുറന്ന മനസ്സോടുകൂടി. അതേപോലെ തന്നെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തുറന്ന മനസ്സ്. ഞങ്ങൾ ചിലർ മതാചാരപരമായ പ്രാർത്ഥനകൾ കുടിക്കാതിരിക്കാൻ ഞങ്ങളെ ശക്തമായി സഹായിക്കുന്നു മനസ്സിലാക്കി. ഞാൻ എല്ലാ ദിവസവും
വൈകുന്നേരം കുരിശു വരയ്ക്കും, അല്ലെങ്കിൽ നാമം ജപിക്കും. ആ കുരിശു വരയ്ക്കുന്ന നാമം ജപിക്കുന്നൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ കുടിക്കാറ്. അത് അവരെ അങ്ങനെ അങ്ങനെ പറയും. അതേസമയം വേറെ ചില ആൾക്കാർ പറയുന്നു, മതത്തെ സൂചിപ്പിക്കുന്ന മതത്തിന്റെ കാര്യം പറയുന്നത് പള്ളിയുടെയോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേ ദേഷ്യം വരുന്ന ആൾക്കാരാണ്. ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ട്. അപ്പൊ ഇത് രണ്ടു കൂട്ടരും കുടിക്കാതിരിക്കുന്നുണ്ടോ? ആര് പറയുന്നത് ശരി? എങ്കിലും പിൽക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആശയത്തെ പറ്റിയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ മതാചാര പ്രകാരമുള്ള ജീവിത രീതിയോട് എതിർക്കുന്ന ആൾക്കാരും അനുകൂലിക്കുന്ന ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സ്വാതന്ത്ര്യം. ആ മാറണമെന്നുണ്ടെങ്കിൽ ഈ തുറന്ന മനസ്സോടുകൂടി ഇരുന്ന് മറ്റേതും കൂടി കേൾക്കാൻ തയ്യാറായാലേ ചിലപ്പോൾ മാറും. അതല്ലെങ്കിൽ ഇയാൾ ഒരു കൊട്ടിയടച്ച ഇതുപോലെ അതിലൊരു ഞാൻ പിടിച്ച അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പിടിച്ച മുയലിന് 4-5 കൊമ്പുണ്ടെന്ന് പറയുന്ന തരത്തില് എനിക്കറിയാം. എത്രയോ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഞാന് ഈ ഇതിന്റെ സന്ദേശമൊക്കെ കൊടുക്കാൻ പോകുന്ന സമയത്ത് മാഷേ എനിക്കറിയാം, എനിക്കറിയാമല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. അയാൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കളയും. ഇപ്പൊ ഈ പറയുന്നതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്, കൗതുകത്തോടു കൂടി കേൾക്കാനുള്ളൊരു മനസ്സ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഏത് പുതിയ കാര്യവും പഠിക്കാനിരിക്കുന്നത് ഈ അൺലേൺ എന്ന് പറയുന്ന പ്രോസസ്സ് നന്നായി നടത്തുക. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ ഗ്രന്ഥത്തിലെ രോഗശമന പരിപാടിയായ 12 പടികൾ എത്രയും വേഗം പ്രായോഗികമാക്കാൻ തുടങ്ങുന്നു അത്രയും അത് പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ ചില ആൾക്കാർ പറയും ഈ 12 പടി ഇപ്പൊ അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓ, അങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും കാര്യമായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോ ഈ 4-ാമത്തെ പടി, 5-ാമത്തെ പടി, 6-ാമത്തെ പടി ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള സ്വഭാവ ദൂഷ്യം കള്ളു കുടിക്കുക എന്നുള്ളത്. കള്ളു കുടിക്കുന്നില്ലല്ലോ. സ്വഭാവ ദൂഷ്യം എന്ന് ഒരു കാഴ്ചപ്പാടുണ്ടാക്കി വെച്ച് ജീവിക്കുന്ന ആൾക്കാരും അവിടെ വേറൊരാൾ ചോദിക്കുകയാണ് ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെയാണ് അതും ഈ പടികൾ കൊടുക്കുക. വേറെ ചില ആൾക്കാർ പറയും ഈ 1-ാം പടി അംഗീകരിച്ച് 12-ാം പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2-ാം പടി 3-ാം പടി ഞാൻ മുറുക്ക എന്നിട്ട് കാരണം ഈ പടച്ചോനില്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരെ കാണാം. ഈശ്വരനാണ് എല്ലാം രണ്ടും, പിന്നെ ബാക്കിയൊക്കെ ഈശ്വരൻ നോക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഈശ്വരനെ വിശ്വസിക്കാത്ത. വേറെ ചില ആൾക്കാര് തെറ്റ് ചെയ്തവരോടെല്ലാം പോയി ഇപ്പൊ സോറിയൊക്കെ പറഞ്ഞ് അത്യാവശ്യം സാമൂഹിക ബന്ധമൊക്കെ ഉഷാറായി കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, എല്ലാവരും കണ്ടാ ചിരിക്കുന്നു. ആ ഒരു കണ്ടാ ചിരിക്കുകയും വർത്താനം പറയുകയും ചെയ്തു. ആ ഒരു സംഗതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് 8-9 പടി വെച്ച് പരിഹരിച്ചതുകൊണ്ട് അയാൾ അങ്ങനെ പോകുന്നത്. അപ്പൊ അവര് പറയും എന്താണ് ഈ ആദ്യമൊന്നും വലിയ പോകേണ്ട കാര്യമില്ലെന്നല്ലേ, നീ ആരോടെങ്കിലൊക്കെ കച്ചറ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ സോറി പറഞ്ഞു, പിന്നെ അതൊക്കെ ആരെങ്കിലും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് അങ്ങോട്ട് പോയാൽ മതി, സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഓരോരുത്തരും അവരവരുടേതായ രക്ഷപ്പെട്ട രീതിയായിരിക്കും ചിലപ്പോ പറയും. അപ്പൊ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ പറയുമ്പോഴും അവരങ്ങനെ ആവാൻ കാരണം അവർ മറ്റു ഭാഗങ്ങളെല്ലാം ഇവർ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും അതിനെ പൂർണ്ണമായും അടച്ചു വെക്കണ്ട, നിങ്ങൾ ഇപ്പോൾ അടച്ചു വെച്ചോളൂ. പക്ഷെ അതിനെ നമ്മൾ തള്ളിക്കളയരുത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അതിനെയും എടുത്ത് ഉപയോഗിക്കാം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പോവാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാറ്റി വെച്ചേക്ക്, അത് കൊള്ളൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് ശരിയായ വഴി തെറ്റായ വഴി എന്ന് തരംതിരിക്കാവുന്ന ഒരു മാർഗനിർദ്ദേശവും ഇല്ലാത്തില്ല. എങ്ങനെ പോകണം, അങ്ങനെ പോകാൻ പാടില്ല എന്നൊരു വഴിയൊന്നുമില്ല. ഞങ്ങൾ ഓരോരുത്തർക്കും അവരവർക്ക് ഏറ്റവും ഇണങ്ങുന്ന വഴി ഉപയോഗിക്കും. ഈ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെല്ലാവരും
ഓരോരുത്തരോടും ചോദിച്ചു നിങ്ങൾ എങ്ങനെ കുടിക്കാതിരിക്കുന്നു വെച്ചാൽ അവരെല്ലാവരും പറയുന്നത് അവരുടെ രീതിയാണ്. അവരുടെ രീതി അവർ ഡെവലപ്പ് ചെയ്തത് അവരുടെ ചിന്ത, അവരുടെ അറിവ്, അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ, അവരുടെ മറ്റ് ചേർന്ന് നിൽക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ക്യാരക്ടർ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ക്യാരക്ടർ, അവരുടെ ജോലി എന്ന് പറയേണ്ട ഒരുപാട് സിറ്റുവേഷനായി ബന്ധപ്പെട്ട് ആണ് അവര് ഒരു ഡെവലപ്പ് ചെയ്താണ് അവരെങ്ങനെ കുടിക്കാതിരിക്കുന്നത്. ആ ഒരു സംഗതി അയാൾക്ക് മാത്രമേ അത് ഒരു പക്ഷെ എനിക്ക് സ്യൂട്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയും ഇയാൾ പറഞ്ഞത് തെറ്റും ആയിക്കൊള്ളാൻ യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഓരോരുത്തരും അപ്പോ ഇയാൾ പറയാണ് അയാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയല്ല, അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാൾ കുടിക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം അയാൾ കണ്ടെത്തിയത് അയാളുടെ രീതിയാണ്. അത് തെറ്റും ശരിയൊന്നും ഇല്ലാത്ത ഓരോരുത്തർക്കും അവരവർക്ക് ഏറ്റവും ഇണങ്ങുന്ന വഴി ഉപയോഗിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും പ്രയോജനകരമായേക്കാവുന്ന ഒരു മാർഗത്തിന് നേരെ വാതിൽ കൊട്ടി അടയ്ക്കുന്നുമില്ല. അതാണ് അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഒരു വഴി മോശമാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല. അത് ഞാനിപ്പോ എടുക്കുന്നില്ല എന്ന് വെച്ചിട്ട് അതിനങ്ങ് മാറ്റിവെക്കാം. ഒരു പക്ഷേ ഞാന് ലാസ്റ്റ് എടുത്തേക്കാം, എടുക്കാൻ സാധ്യതയുണ്ട്. ഏതുപോലെയാണെന്ന് ഇതിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും പ്രയോജനകരമായേക്കാവുന്ന ഒരു മാർഗത്തിന് നേരെ വാതിൽ കുട്ടിയടക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനുള്ള അവകാശത്തെ ബഹുമാനിക്കുന്നു. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉപമ പറയുന്നുണ്ട് ഇവിടെ. ഈ ബൊഫേ സിസ്റ്റം പോലെയാണ്. അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണം ബൊഫേ ആണ് ഉണ്ടാവും. ബൊഫേയില് നമ്മൾ ചെയ്യുന്നത് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ കുറെ ആദ്യം ഭക്ഷണ സാധനങ്ങളായിരിക്കും. അപ്പൊ ദോശ, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ. പിന്നെ അതിന്റെ അപ്പുറം കുറെ കറികൾ, ചിക്കൻ, മട്ടൻ, പച്ചക്കറി, അങ്ങനെ കുറെ കറികൾ ഉണ്ടാവും. പിന്നെ അവിടെ സാലഡ് ഉണ്ടാവും. പിന്നെ അത് ഫ്രൂട്ട്സ് ഇപ്പുറം പിന്നെ ചിലപ്പോൾ പായസം ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. അപ്പൊ അതില് നമ്മള് പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എടുത്ത് നമ്മൾ പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ളതിനെ ഒഴിവാക്കുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു പക്ഷേ നമ്മൾ ആദ്യം കൊണ്ടുപോയത് കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ രണ്ടാമത് ഈ ആദ്യം കഴിച്ച സാധനമല്ല മറ്റേ സാധനം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കാരണം നമ്മളത് ഒഴിവാക്കിയിട്ടില്ല. നമുക്ക് ചിലപ്പോൾ ആവശ്യം ആദ്യം നമ്മൾ എടുത്തിട്ടുമില്ല. ആദ്യത്തെ പോക്കിന് എടുത്തിട്ടില്ല, പക്ഷെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് നേരത്തെ നമ്മൾ എടുക്കാത്ത സംഗതികളാണ് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാവുന്ന ഒരു സ്വാതന്ത്ര്യം ബൊഫേ സിസ്റ്റത്തിലുള്ളത് പോലെ ആവണം ഇതും എന്നാണ് പറയുന്നത്. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ നേരെ വാതിൽ കൊട്ടി അടയ്ക്കുകയല്ല ചെയ്യുന്നത്, വേണ്ടാന്ന് വെക്കുകയല്ല. ചിലപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും ഒരു പക്ഷെ നമുക്ക് നന്നായിട്ട് പറ്റുക. നമ്മൾ രണ്ടാമത് പോയിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ചില ഭക്ഷണം എടുത്ത് കഴിക്കും, പക്ഷെ ഇത് നേരത്തെ എടുക്കാമായിരുന്നു എന്ന് തോന്നിയ അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യം ഇത് എടുക്കാമായിരുന്നല്ലോ, കാരണം എന്റെ ആദ്യത്തെ കാഴ്ചപ്പാടില് നല്ലതാണെന്ന് തോന്നിയ ഭക്ഷണം എടുത്തുകൊണ്ടേ കഴിച്ചു. രണ്ടാമത് വീണ്ടും വന്ന് എടുക്കുന്ന സമയത്ത് വേറെ എടുക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ആണ് ഇതിലെ ആശയങ്ങളും. ഒരു തവണ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും നല്ലതാണെന്ന് വിചാരിച്ചെടുക്കുന്ന ആശയം മറ്റതിനെ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ വീണ്ടും മറ്റേ ആശയം എടുക്കുമ്പോഴാണ് ഇത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു തോന്നുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞേക്കാം ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, അതൊക്കെ കുറച്ചും കൂടി നേരത്തെ ചെയ്യാമായിരുന്നു നമുക്ക് തോന്നിയ എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷെ നേരത്തെ ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. എന്നിട്ട് പിന്നെ ആ സമയത്ത് നമ്മൾ അത് ഒഴിവാക്കി വിട്ട് കഴിഞ്ഞ് നമ്മൾ അന്ന് അത് ശരിയാണെന്നോ അത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചത്. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ അതങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് കുറെ അനുഭവങ്ങളുള്ള ഒരു സംഗതിയാണത്. നേരത്തെ ചെയ്യാമായിരുന്നു. നേരത്തെ ഇതേ സാധനം ഇവിടെ ഉണ്ടായിരുന്നു,
ഇപ്പോ മക്കളെ പഠിക്കാൻ വിട്ട കേസ് പോലും ഇതുണ്ട്. അതായത് ഒരു കോഴ്സിന് കൊണ്ട് ചേർത്തി, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അതിന് കോഴ്സിന് കൊണ്ട് ചേർത്തി, ആ കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ സാധ്യത ഒന്നുമില്ല. അപ്പോഴാണ് വേറൊരു കോഴ്സ് കൊണ്ട് ചേർക്കുന്നു. ആ കോഴ്സ് കൊണ്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഛേ, ഇതിന് നേരത്തെ ചേർക്കാം. ഈ കോഴ്സ് നേരത്തെ ഉണ്ട്. ഈ കോഴ്സ് ഈ പാസ്സാവുന്ന സമയത്ത് അവിടെ ഉണ്ട്. പക്ഷെ അന്നത് മോശമായിട്ട്, അല്ലെങ്കിൽ അതിന് ഗവൺമെന്റ് ആയിട്ട് അതവിടെ ഇട്ടു. ഓ, മറ്റേ കോഴ്സ് തന്നെയാണ് പിന്നെ വന്ന് ഈ കോഴ്സ്. അപ്പൊ അതുപോലെ എന്ത് ഇതിലും അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. ഒഴിവാക്കിയിടണ്ട, മറിച്ച് നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ റിയലൈസ് ചെയ്യും നേരത്തെ ചെയ്യാമായിരുന്നു. അതാണ് ഈ ഒരു ഉദാഹരണമായിട്ട് ഇന്നത്തെ പറയുന്നത്. അതുകൊണ്ട് മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചനം നേടുന്ന പ്രക്രിയയിൽ ഞങ്ങൾക്ക് ആശയങ്ങളുടെ ഒരു സമീകൃത ആഹാരം ആവശ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. ഇവിടെ ഈ മദ്യാസക്ത രോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മോചനം നേടാൻ ഈ പറഞ്ഞ 1, 2, 3 കാര്യങ്ങളോ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റെബിലിറ്റി വരുള്ളൂ. കുറേ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതൊക്കെ ആയി ഇതൊക്കെ ആയി എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില വീക്ക്നെസ്, നമ്മളുടെ തന്നെ ചില വീക്ക്നെസ് കൊണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരു സാധനമുള്ള വീക്ക്നെസ്. അപ്പോ ചില സിറ്റുവേഷൻ കൊണ്ടോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെ നമ്മുടെ മൈൻഡ് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയി പോവാതെ ഒരു സ്ഥിരതയാർന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഒരു സമീകൃത ആഹാരം എല്ലാ കാര്യത്തിലും ഒരു നോർമാലിറ്റി കിട്ടി. ആ സമീകൃത ആഹാരം ആവശ്യമാണെന്ന് ഞങ്ങൾക്ക്. അവയിൽ ചിലതെല്ലാം ആദ്യത്തെ നോട്ടത്തിൽ മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര രുചികരമല്ലെന്ന് തോന്നാം. ഇപ്പൊ ദേഷ്യം പിടിക്കുന്ന ഒരു കേസാണെങ്കിൽ അതൊരു സമീകൃതമാവണം. സങ്കടം വരികയാണെങ്കിൽ ഒരു സമീകൃതമാണ്. അപ്പൊ അത് ഓരോന്നെടുത്ത് നോക്കുമ്പോൾ അത്ര രുചികരമല്ല എന്ന് തോന്നിയാലും മികച്ച ഭക്ഷണ വസ്തുക്കളെ പോലെ മികച്ച ആശയങ്ങളും നാം ബുദ്ധിപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അവ നമുക്ക് ഗുണം ചെയ്യുകയില്ലല്ലോ. നല്ല ഭക്ഷണം ആണെങ്കിലും നല്ല ആശയമാണെങ്കിലും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. അത് നാം രണ്ടാമതായി ജാഗ്രത പാലിക്കേണ്ട വിഷയത്തിൽ വരുത്തുന്നത്. രണ്ടാമതായി ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം നല്ല വിഷയമാണ്. നിങ്ങളുടെ സാമാന്യ ബോധം ഉപയോഗിക്കുക. അത് ചർച്ചയാക്കി എടുക്കാം. സമയം 11:11 ഏതായാലും ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ചർച്ചയിലെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു അടഞ്ഞ വാതിലുമായി നിൽക്കുന്ന ഒരാൾക്ക് സാധ്യമാണ്. എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് കാര്യമായിട്ട് ഒന്നും അറിയില്ല, പക്ഷെ അവരുടെ വിചാരം എല്ലാം അറിയാം. എനിക്കറിയാം. പക്ഷെ മിക്കവാറും മദ്യാസക്തർ എല്ലാ ആൾക്കാരൊക്കെ തന്നെ, എനിക്കറിയാവുന്നവരൊക്കെ തന്നെ, അവര് ഒരു കാര്യം അവരോട് പറയേണ്ട കാര്യമില്ല, എല്ലാം എനിക്കറിയാം. ഒക്കെ അവര് വാതിലങ്ങോട്ട് പൊട്ടിയടക്കി. അപ്പൊ തുറന്ന മനസ്സോടുകൂടി ഇരുന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്ത് സ്വയം ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഒരുക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണിത്. ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഞാനിപ്പോ എത്രയോ തവണ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഓരോ തവണയും വായിക്കുമ്പോൾ ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയതാണ് യഥാർത്ഥത്തിൽ വലിയ സംഭവമാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒപ്പം വീണ്ടും ഇത് പങ്കുവെക്കാൻ ഞാനിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രയോജനത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പ്രയോജനമാണ്. എല്ലാവർക്കും സുബോധത്തിന്റെ സന്തോഷം. നല്ല നാളുകൾ ആശംസിക്കുന്നു. താങ്ക് യു.